വസു എത്തിയോ? ഞാൻ കരുതി പിന്നെയും മുങ്ങിന്ന്. എവിടെ മുങ്ങിയാലും എന്റെ വസുമതി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ പൊങ്ങും. ഇതെന്താ നെറ്റിലും താടിയിലും ഒക്കെ? എല്ലാം പ്രേമ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കീർത്തി മുദ്രകളാണ്. ആ, വല്ലയിടത്തും കക്കാൻ കയറിയപ്പോ ആരെങ്കിലും പിടിച്ച് പെടച്ചിട്ടുണ്ടാവും. വസു, ചങ്കിക്കൊള്ളണ വർത്തമാനം പറയരുത്. വസുവിന്റെ മനസ്സിലല്ലാതെ വേറെ ഒരിടത്തും ഞാൻ ഇതുവരെ കക്കാൻ കയറിയിട്ടില്ല, അറിയോ? എന്ത്? എന്റെ മനസ്സിൽ കയറിയെന്നാ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇങ്ങനെ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ വിശ്വാസമല്ല അല്ലേ? പൂയിലിക്കാരനല്ലേ? പൂയില്ലയോ? വേണ്ട, പാവത്തൊന്നും കാണിക്കണ്ട. അസുര ജന്മല്ലേ. ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. എന്റെ ഉള്ളിൽ ഒരു ചിന്ത ഇരിപ്പുള്ളൂ, നമ്മുടെ കല്യാണം. ഇത് കണ്ടോ, ഞാൻ വസുവിന് വേണ്ടി വാങ്ങിയതാ, മെയ്ഡ് ഇൻ ഇന്ത്യ. 4 ആളെ വിളിച്ചുകൂട്ടി നിശ്ചയം നടത്താൻ ഒരു സ്വർണ്ണ മോതിരം വാങ്ങാനായിരുന്നു മോഹം. പക്ഷെ പൈസ തികഞ്ഞില്ല. വിളിക്കാം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വസുമതിയുടെ കയ്യിൽ ഞാൻ ഈ മുദ്ര വളകൾ അണിയിക്കും. വസുമതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വിളിക്കാം. വേണ്ടതിന് പറയരുത്. ഞാൻ ഇതുവരെ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അയ്യോ, ആ ബന്ധമല്ല, ബ്ലഡ് റിലേഷൻ. എന്ത് ബന്ധമായാലും എനിക്കിതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ചുമ്മാ മിണ്ടത് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ ആണെന്ന് പറയല്ലേ വസു? ആർക്കാ പ്രേമ ചെമ്പരത്തിപ്പൂ? അത് പിന്നെ പൂജയ്ക്ക് അല്ല, സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ വേണമെന്ന് പറയായിരുന്നു. അതിനെന്തിനാ വസുമതിയെ ബുദ്ധിമുട്ടിപ്പിക്കണേ? അതെ, ആതിരോട് പറഞ്ഞാലും കൊണ്ടു തരാറില്ലല്ലോ. ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കാം. ആതിരേ, എന്താ അച്ഛമ്മേ? സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചു കൊടുക്കൂ. പ്രേമം വയ്ക്കോളൂ, കുട്ടി കൊണ്ടു തരും. വയ്ക്കോളൂ. എന്റെ തലയിൽ ചെമ്പരത്തിപ്പൂ പ്രേമ വരുന്നു. ഇനി കാർ ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ ഞാൻ ടാക്സി വിളിച്ചു തരാം. പറയാതെങ്ങും പോകല്ലേ സ്വാമി. ആത്മീയ വിളി എപ്പോഴാണ്, എങ്ങോട്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടായാലും ഹോമം പൂർത്തിയായിട്ടേ അവിടുന്ന് പോകാവുന്നൊരു അപേക്ഷയുണ്ട്. ഇയാളുടെ മുഖത്തുണ്ടേ കരിവാളിച്ച് കിടക്കുന്നത്. കർമ്മദോഷം തീർന്നില്ല എന്നുണ്ടോ? നോം പറഞ്ഞിട്ടില്ലേ, പോയില്ലും തന്നെ. ഓ ശിവ ശിവ. മകളി പ്രിയ, ഇനി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എനിക്കിപ്പോ അറിയണം, എന്താണ് ഈ പൂല്യം? അതെ, രാജയോഗത്തിന് പകരമുള്ള ഒരു യോഗ. രാജയോഗത്തിന് പകരമുള്ള യോഗോ? ഈശ്വര, ഇത് നേരത്തെ പറയണ്ടേ? സ്വാമി സ്വാമി ഇത്രയും മതിയോ സ്വാമി? ഇത്രയും മതിയാവോ സ്വാമി? സ്വാമിയുടെ മുഖം കണ്ടറിയാം, മതിയാവില്ല, കുറച്ചുകൂടെ വേണ്ടി വരും. എന്ന് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കില്ല, നാളെ ആർക്കെങ്കിലും വന്നുകൂടുന്നില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ? കൊണ്ട് തലച്ചൂട്. ചെമ്പരത്യാത്മിനം ഭജഗോവിന്ദം ഹേവം. എന്തേ, സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പൂവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രയ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം, വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വരാ? അനന്തനെ പൂട്ടാൻ ഇനി അധിക ദിവസം വേണ്ടി വരില്ല. ഫോട്ടോയിൽ കണ്ടാൽ അവൻ ഇങ്ങനത്തെ ഒരു ഡോൾബി ആണെന്ന് തോന്നുകയില്ല. എന്തൊരു നല്ല മുഖം. ആ മുഖവും ആരെയും സംസാരിച്ച് വീഴ്ത്താറുള്ള ആ നാക്കുമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. എന്താ ഇതാണോ 9 പൊരുത്തങ്ങളുള്ള ആള്? ഇയാളെ സ്വാമിക്ക് അറിയില്ല, വേറെ ആഭാസനാണ്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാ ഈ കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്നത്. എന്റെ കൊക്കല് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാ മതി, ഞാനൊരു ശല്യാവില്ല. പക്ഷെ ഇയാൾക്ക് കഴുത്ത് നേരിട്ടേണ്ടി വന്ന പിന്നെ ആദരം ഉണ്ടാവില്ല. കുട്ടി നിൽക്കൂ. ഈശ്വര, അവളെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. പിന്നെ അനന്തന് ഈ ജന്മത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ദൈവം നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല. എന്തേ? അല്ല, എന്തെങ്കിലും വഴിയാധാരം കാണിച്ചു തരും. ഞാനൊരു ചെറിയ ശ്രമം നടത്തി നോക്കട്ടെ. ഹലോ, നന്ദിനിയല്ലേ? ഞാൻ ആതിരയാ. ആ കല്യാണം ഉറപ്പിക്കാൻ പോവാത്രേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നന്ദിനി, പ്ലീസ്. ശരി, ഞാൻ പിന്നെ വിളിക്കാം.
എന്തേ? ഞാൻ ജയദേവസ്വാമി പറഞ്ഞയച്ചിട്ട് വന്നതാ. കഴിഞ്ഞതൊക്കെ മറക്കണമെന്ന് പറയാനാവും അല്ലേ? അല്ല, ഒന്നും മറക്കരുതെന്ന് പറയാൻ വന്നതാ. ഇനിയൊരു സത്യം പറയട്ടെ, ജയദേവൻ സ്വാമിയൊന്നുമല്ല. അനന്തനുമായിട്ടുള്ള കല്യാണം സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നാടകമാണ്. നാടകോ? അതെ, ആതിര പറഞ്ഞില്ലേ അനന്തനൊരു ആഭാസനാണെന്ന്. അവൻ അതുമാത്രമല്ല, മറ്റു പലതുമാണ്. ആതിര അവന്റെ കാമുകിയാണെന്നും നിങ്ങൾ തമ്മിൽ ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നും ഒക്കെ ആയിരുന്നു ജയദേവന് കിട്ടിയ റിപ്പോർട്ട്. ആതിര കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യുന്നത് കണ്ട് ഞാൻ പോലും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അനന്തനെ പിടിക്കാൻ വേണ്ടിയാണ് സ്വാമിയുടെ വേഷം കെട്ടി ജയദേവൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ CID ആണല്ലേ? ഏയ് CID ഒന്നും അല്ല. അതെ, CID ആണ്. പക്ഷേ ഞാൻ ഈ രഹസ്യം ആതിരയോട് പറഞ്ഞ വിവരം മറ്റാരും അറിയാൻ പാടില്ല. സ്വാമി പോലും അല്ല, ജയദേവൻ CID പോലും. ഇല്ല, ഒരു കുഞ്ഞിനോട് പോലും ഞാൻ പറയില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അനന്തനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. പക്ഷേ ആതിരയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് CID ആയിരിക്കും. ജയദേവൻ CID. സത്യാണോ? അതെ, കല്യാണം നടക്കുമെന്നുള്ളത് 100% സത്യമാണ്. ദാ, ഇത് വാങ്ങിക്കോളൂ. CID ജയദേവൻ തന്നയച്ചതാ. ഇത് ആതിരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ്, 1000 വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ എന്ന് എനിക്ക്. വസുമതി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ വിളിച്ച് പോവും ഞാൻ. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട, എല്ലാം മനസ്സിലായി. ആദരയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയാൻ. പുളിങ്കപ്പത്തിന് കയറി പിടിച്ചല്ലോ, നന്നായി. നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടിപ്പോ അത് ശരി. തറുതല് പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, അറിയോ? എന്റെ പൊന്നു വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ വേണ്ട, നിമിഷം. ഇനി വസുമതിയെ പറ്റിക്കാൻ നോക്കണ്ട. ഈശ്വര, എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്തു മുറി. അത് മുളക് പൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന് ഇപ്പൊ കാണിച്ചു തരാം. എങ്ങോട്ടേ കയറി പോണത്? അയ്യോ, എന്തേ കാണിക്കുന്നത്? തിളച്ച വെള്ളമാണ്. ആയിക്കോട്ടെ, ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിക്കാം. എന്നാ പ്രേമ? അത് ഇത് കുറച്ച് തിളച്ച വെള്ളം സ്വാമിക്ക് വേണമെന്ന്. എന്തോ ആസനം ചെയ്യാനാ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോക്കോളാം. വേണ്ട, കൊണ്ടുവയ്ക്കോളൂ. അല്ല, ഞാൻ പിന്നെ ഒന്ന് അയ്യോ, സ്വാമിക്ക് ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. വേഗം കൊണ്ട് കൊടുത്തോളൂ. എന്നാ കൊണ്ടുവയ്ക്കോളൂ. ഈ പാത്രത്തിൽ ഒഴിച്ചു ഒഴിച്ചോണ്ട് പോയിക്കോളൂ. വേഗം കൊണ്ട് കൊടുക്കും. ആ, അല്ല, ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താസനം ചെയ്യാനാ? എനിക്കറിയില്ല. എടാ പ്രേമദാസപ്പാ, ഈയിടെയായി വീടിനകത്തുള്ള നിന്റെ ചുറ്റികളി ഞാൻ കാണുന്നുണ്ട്. ആ കംസൻ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പൊടി കാണില്ല. എന്റെയും കംസന്റെ കാര്യം പറഞ്ഞ് ഈ ശ്രീകൃഷ്ണനെ പേടിപ്പിക്കല്ലേ. സ്ത്രീകൃഷ്ണൻ ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് കിടന്ന് വെല്ലസുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ സ്വാമി ഉണ്ടോ അവിടെ? അദ്ദേഹം എന്റെ സ്വാമി മാത്രമല്ല, ഈ ജഗത്തിന്റെ ഗുരുവാണ്. എന്നാൽ ആ ജഗദ്ഗുരുവിനോട് പറയാ, നാളെ രാവിലെ ഞാനും വൈദ്യരും കൂടി അനന്തനെ കാണാൻ പോണുണ്ട് എന്ന്. ഈ വിവരം പറഞ്ഞാൽ മതിയല്ലോ. ക്യാഷ് വല്ലതും വേണ്ടി വരൂ. ചൂണ്ടിയതാണോടാ? ഏയ്, ചൂണ്ടിയൊന്നുമല്ല. ഇത് സ്വാമിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളമാണ്, ഐസ് വാട്ടർ. ആ, നല്ല ദാഹമുണ്ട്, കുറച്ചൊഴിക്കാം. ഏയ്, അത് ശരിയാവില്ല. ശരിയോ തെറ്റോന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഒഴിക്കടാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശരിയാവില്ല എന്ന്. എന്താ ചിരിക്കണേ? ഇപ്പഴാ മാമ്പള്ളിയുടെ പേര് ശരിയായത്. മാം പൊള്ളി. എരണം കേട്ടവൻ. പറയണത് അങ്ങോട്ട് അനുസരിക്ക. അമ്മ അച്ഛനും ചോദിച്ചാ എന്താ പറയാ? ഭാനുമതിയോടും ഭാസ്കരനോടും വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. 1-2 ദിവസം കൂടി മുത്തച്ഛനെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. കൂടിയ 3-4-5 ദിവസത്തിനുള്ളിൽ എല്ലാം കലങ്ങി തെളിയും. കലങ്ങി തെളിയോ? എന്ത്? അത് കുളം. അതൊന്നും തെളിഞ്ഞിട്ട് വേണം 1-2 മീനിനെ പിടിക്കാൻ. കുളത്തിൽ ചൂണ്ടായിട്ട് കുസൂറിന് കൊതി തീർന്നിട്ടില്ല. ബോംബെയിൽ കുളമില്ലല്ലോ. ചതിച്ചോ ഭഗവതി? എന്താ, എന്ത് പറ്റി? എന്താ ഉണ്ടായത്? നിലവറയിൽ വെച്ചിരുന്ന ആഭരണപ്പെട്ടി കാണാനില്ല. എവിടെ പോയി? ആതിരയോട് ചോദിച്ചില്ലേ? ആദരിക്കണേ കല്ല് നെക്ലസ് വേണമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാ ആഭരണപ്പെട്ടി കാണാനില്ലെന്ന് അറിഞ്ഞത്. എന്റെ ഭഗവാനെ, ഞാൻ എന്താണ് ഈ കേൾക്കണത്? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? കള്ളന്മാരൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമ്പോ ഓർക്കണായിരുന്നു. പ്രേതെന്നും ഭൂതെന്നൊക്കെ പറഞ്ഞ് ഓരോമാര് തറവാട്ടി കയറി നടക്കണ കാണില്ലേ? അത് തന്നെ ഞാനും പറയുന്നത്. ഈ കുറുന്തോട്ടിയും കൊണ്ട് നീ ഇവിടെ കയറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അയ്യോ, ഞാനോ? മനസ്സാ വാചാ കർമ്മണാ. വേണ്ട, അങ്ങനെ കണ്ണടച്ച് ആരും ഒരു തീരുമാനം എടുക്കണ്ട. കള്ളനാരാണെന്ന് തെളിയിക്കാൻ ജ്ഞാനദൃഷ്ടിയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. മമ്പളി. അയ്യോ, ഞാനോ? ഞാനെങ്ങനെ? തന്നോടല്ല, സ്വാമിയെ വിളിക്ക. ഞാനിത് എങ്ങനെ തെളിയിക്കാനാ?
അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജ്ഞാനദൃഷ്ടിയും കുന്തം കൊടച്ചക്രൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം തെളിയിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കണം. പിടികിട്ടി. ആ. നീലടാ അത് അടിച്ചു മാറ്റിയത്. ദേ, ഒരുമാതിരി ഡോൾബി വർത്താൻ എന്റെ അടുത്ത് പറയരുത്. ഇത്രയും സ്വർണം കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ നിൽക്കോ? വസ്തുവിനെയും കൊണ്ട് ഇവിടുത്തെ രക്ഷപ്പെടില്ലേ? വസുവോ? വസ്തു, ഇത്രയും വസ്തു. ഓ, ഭഗവാനെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മാമ്പള്ളിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആ ബാലകലാപനും കുറുന്തോട്ടിയും കൂടി വെച്ചൊരു പാരയാണെന്നൊരു സംശയമുണ്ട്. അത് കറക്റ്റാ, എനിക്കും തോന്നി. പക്ഷെ അതെങ്ങനെ തെളിയിക്കും? ആ, ഒരു പണിയുണ്ട്. എന്ത് പണി? എല്ലാവരെയും മുറ്റത്ത് നിരത്തി നിർത്തുക. ഒരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി കരുതിക്കോളൂ. ചായപ്പൊടി? ചായപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഈ ടെൻഷന്റെ ഇടയിൽ നീ ചായ സൽക്കാരം നടത്താൻ പോവാ? അതൊക്കെ പറയാം. പഞ്ചസാര അധികം വേണ്ടി വരുമോ? ഒരു 100 കിലോ വേണ്ടി വരും. എന്ത് തുലാഭാരത്തിനാ? അല്ലെന്ന്. അത്രയും പഞ്ചസാര ഉണ്ടാവുന്ന തോന്നണില്ല. എങ്കിലും ഒരു 2 കിലോ ആയാലും മതി. എന്നാ ബാക്കിക്ക് മുളകും ശർക്കര എടുക്കട്ടെ. വിഡ്ഢി. പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയൂ. ആ, കൊളമാക്കോ? അതൊക്കെ പറയാം. ഒരൊറ്റ കൈ ഏറ്റാലമാര് കുളമാകും, ഇല്ലെങ്കിൽ നമ്മൾ ചളമാകും. അത്രേ ഉള്ളൂ. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്രവരുണ പ്രാതരീശ്വര സ്വാഹ. പ്രാതരശുനോ സ്വാഹ. ഓവറക്കരുടെ പട്ടി. ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല, നിന്റെ സൂത്രം. കൈ നീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കഴിക്കാൻ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടിലെ മറുവാക്ക് വേണ്ട, പറയണതങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്ത? അയ്യോ, ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല. പരികർമ്മിയും കൈ നീട്ടു. മാമ്പിള്ളി, കൈ നീട്ടിക്കൊള്ളൂ. ഞാൻ മാമ്പള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഓം പരമാനന്ദ ഗുരുവാ സ്വാഹ. സർവ്വദ്വാരാണ സ്വാഹ, സ്വാഹ, സ്വാഹ. ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങോട്ട് വായിലേക്ക് ഇട്ടണം. നാം പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിക്കും. അയ്യോ, രക്ഷിക്കണം സ്വാമി. അയ്യോ സ്വാമി, സ്വാമി പറയുന്നതിന് മുമ്പ് ഞാൻ പഞ്ചസാര പിരിഞ്ഞു പോയി സ്വാമി. ആകെ ഇട്ടുകൂടെ ചോരയുള്ള അതെന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കരുത് സ്വാമി. കുസൂറ് പറഞ്ഞിട്ടാ നിലവറയുന്നത് ഞാൻ ആഭരണപ്പെട്ട് മോഷ്ടിച്ചത്. എന്നെ രക്ഷിക്കണം സ്വാമി. ബാല, ക്ഷമിക്കണം മുത്തച്ഛ. സ്വാമി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജയിച്ചതാ. ആഭരണപ്പെട്ട് ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി. അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ. ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. എന്താ അടിച്ചു മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? കുറെ നേരമല്ല തേച്ച് വെളുപ്പിക്കുന്നു. ഇവിടെ വെളുപ്പിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. സ്വാമി. വിളിക്കാം. സ്വാമിയും മാമ്പള്ളി, അതങ്ങോട്ട് കൊടുക്ക. മധുരാണ്. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി. കല്യാണത്തിനുള്ള മുഹൂർത്തവും കുറിച്ചു. കല്യാണത്തിനോ? അപ്പൊ പെണ്ണ് കാണൽ ചടങ്ങൊന്നുമില്ലേ? കുട്ടിയെ അവൻ നേരത്തെ കണ്ടിട്ടുണ്ടത്രേ. അനന്തം കോളേജിൽ ആതിരയുടെ മേജർ ആയിരുന്നു. അയ്യോ, അപ്പൊ പയ്യനെ പട്ടാളത്തിലാണോ ജോലി? എന്താ ഇത്? സീനിയർ എന്നാ മാമ്പള്ളി ഉദ്ദേശിച്ചത്. ആ, അധികം പോക്കിനും വരവിനും സമയമില്ലാത്ത ആളാ. അവന്റെ അമ്മാവനോടൊന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. പക്ഷേ ചെന്ന് കണ്ടപ്പോ അതൊന്നും വെറുതെ അല്ലെന്ന് ബോധ്യായി. എന്താ മാമ്പള്ളി? അതെ, ആള് സ്ഥലത്തുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോ ഡൽഹിക്ക് പുറപ്പെടാനുള്ള ഒരുക്കമായിരുന്നു. ഇനി വിവാഹത്തിന്റെ അന്ന് കാലത്തെയുള്ള വിമാനത്തിലെ തിരിച്ചു വരുള്ളൂന്നാ പറഞ്ഞ്. പാരമ്പര്യ ചടങ്ങുകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവന്റെ സംസാരം കേട്ടപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. മിടുക്കനാ, ബഹുമിടുക്കൻ അല്ലേ മാമ്പള്ളി? അന്നേ സിറ്റിയിലെ ശ്രീവത്സം കല്യാണ മണ്ഡപത്തിൽ വെച്ചാ കല്യാണം. തെറ്റിയില്ല. അതെ, ഡൽഹിന്നോ ബോംബെന്നോ ഒക്കെ അവന്റെ ധാരാളം സുഹൃത്തുക്കൾ വരൂത്രേ. എല്ലാവരും കൂടി പട്ടിക്കാട്ടിലേക്ക് വരാൻച്ചാ ബുദ്ധിമുട്ടാവുന്നാ പറഞ്ഞത്. എന്തായാലും സ്വാമി കുറിച്ച മുഹൂർത്തത്തിന് വിവാഹം നിശ്ചയിച്ചു.
അയ്യോ അപ്പൊ അതിനി അധികം ദിവസമില്ലല്ലോ. എന്താ സ്വാമി, തീരുമാനം തെറ്റായോ? ഇല്ല, നന്നായി. എന്തായാലും വരൻ വിവാഹത്തിന്